ടേമുകളിലായി മുടങ്ങിക്കിടക്കുന്ന വികസനം തലസ്ഥാനത്ത് എത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. മോദിയുടെ ഗ്യാരണ്ടി അർഹരായവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ തയ്യാറാണ്. തലസ്ഥാനത്തിന്റെ പൈതൃകമായ തകർന്ന വലിയതുറ കടൽപ്പാലം സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തീരദേശ മേഖലയ്ക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സാധാരണക്കാർക്കും വേണ്ടതെല്ലാം ഉറപ്പുവരുത്തുന്നതാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങൾ. പൊഴിയൂരിലെ തീരദേശവാസികൾക്ക് നൽകിയ വാക്ക് ഉറപ്പാക്കിയതിന് പിന്നാലെയാണ് തകർന്ന് രണ്ടായ വലിയതുറ കടൽപ്പാലവും അദ്ദേഹം സന്ദർശിച്ചത്. 2 വർഷങ്ങൾ മുൻപ് തുറമുഖ മന്ത്രി വാക്കു പറഞ്ഞ ശേഷം നടപ്പാക്കാത്തതും 3 തവണ സിറ്റിംഗ് MP ആയ ശശി തരൂർ പരിഗണിക്കാത്ത മേഖലകളെയും അദ്ദേഹം തുറന്നു കാട്ടി. ഫെയിൽഡ് പോളിറ്റിക്സ്, ഫെയിൽഡ് രാഷ്ട്രീയത്തിന്റെ ഇതെല്ലാം ഒരു എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ ഈ ഓരോരോ പ്രോബ്ലം ഞാൻ അടുത്ത 5 കൊല്ലത്തിൽ അവിടെ അതിന്റെ പരിഹാരം ഉണ്ടാക്കും, അത് ഇംപ്ലിമെന്റ് ചെയ്യും. അത് എൻ്റെ ഉറപ്പാണ്, എൻ്റെ ഗ്യാരണ്ടിയാണ്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരു ഡബിൾ എനർജിയാണ് വരുന്നത്. ഇവിടെ എൻ്റെ ഒരു റോളും എൻ്റെ ഒരു പ്രസൻസ് ആവശ്യമുണ്ടെന്ന് എനിക്കൊരു വളരെ ജാസ്തി സെൽഫ് കോൺഫിഡൻസ് വരുന്നുണ്ട്. തലസ്ഥാനവാസികൾക്ക് ഇനി വേണ്ട വികസനത്തെ പറ്റി രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹത്തിന്റെ തന്നെ കാഴ്ചപ്പാടുകളുണ്ട്. അതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തീരദേശത്തെ യുവാക്കളുടെ കളിസ്ഥല ആവശ്യവും അദ്ദേഹം കേട്ടറിഞ്ഞു. നാളുകളാൽ മുടങ്ങിക്കിടക്കുന്ന വികസനം തന്നിലൂടെ തലസ്ഥാനത്ത് എത്തുമെന്ന് വോട്ടർമാർക്ക് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകുന്നു. മോദിയുടെ ഗ്യാരണ്ടി തന്നിലൂടെ തലസ്ഥാനത്ത് എത്തുമെന്ന് വോട്ടർമാർക്ക് അദ്ദേഹം ഉറപ്പു നൽകി. ജനം, തിരുവനന്തപുരം.